സഭ കണ്ട ശക്തി വൈഭവം ഭൂവി പുത്തൻ കണ്ട കുസ്തയായി. മത്സരമുള്ള എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് പത്രോസിനോട് പറഞ്ഞ വാക്കുകൾ എത്രയോ ശ്രദ്ധേയമാണ്. കോഴി കൂകുന്നതിന് മുൻപ് നീ എന്നെ 3 പ്രാവശ്യം ഉപേക്ഷിക്കും. പത്രോസിന്റെ പരാജയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം കർത്താവ് നൽകിയ മുന്നറിയിപ്പ് പത്രോസ് ഗൗരവമായി കരുതിയില്ലെന്നുള്ളതാണ്. ആരുപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ലെന്ന് വീമ്പ് പറഞ്ഞ പത്രോസ് കർത്താവിനെ 3 പ്രാവശ്യം ഉപേക്ഷിച്ചു. ഇത് നിങ്ങൾക്കൊരു പാഠമാകട്ടെ, ഇത് നമുക്ക് ഒരു മാതൃകയാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ അഹന്ത പാലിക്കരുത്. നമ്മളാണ് വലിയവരെന്ന് ധരിക്കരുത്. നമുക്ക് കർത്താവിൻ്റെ കരം പിടിച്ച് കർത്താവേ ഞങ്ങളെ തിന്മയിൽ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളൊക്കെ കടന്നു പോകുന്ന വഴികളിൽ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ, പ്രലോഭനങ്ങൾ, കർത്താവ് കരം നീട്ടി നിങ്ങളെ അനുഗ്രഹിക്കാൻ, തിന്മയിൽ വീഴാതെ കാത്തു സൂക്ഷിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ, നിങ്ങളുടെ രോഗങ്ങൾ എല്ലാം ദൈവ തിരുമുൻപിൽ നിങ്ങൾ സമർപ്പിക്കുക. കരം കൊടുത്ത് പത്രോസിനെ കാത്തതുപോലെ കർത്താവ് നമ്മയും കാക്കാൻ കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, പാപിയും ബലഹീനനുമായ ഞാൻ നിന്റെ മക്കൾക്ക് വേണ്ടി തിരുമുൻപിലെ കരങ്ങൾ നീട്ടി യാചിക്കുന്നു. കരുണയോടുകൂടെ നിന്റെ മക്കൾക്ക് നിന്റെ ദാനങ്ങൾ എത്തിക്കുവാൻ പാപിയും ബലഹീനനുമായ ഈ കരങ്ങളെ നീ ബലപ്പെടുത്തണമേ. കർത്താവ്, നിന്റെ മക്കളുടെ ആവശ്യങ്ങൾ നീ കേട്ടവരോട് ഉത്തരവരുളണമേ, അവരെ അനുഗ്രഹിക്കണമേ. ഉത്തരവില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ, പ്രതിവിധിയില്ലാത്ത ഒരുപാട് പ്രതിസന്ധികൾ, അവിടെ ആകുലതകൾ, അസ്വസ്ഥതകൾ, എല്ലാറ്റിലും കർത്താവേ നിന്റെ കരുണയും കരവും ഉണ്ടാകട്ടെ. കർത്താവെ, നീ അഭിഷേകത്തിന്റെ തൈലത്തിലെ കൈവെപ്പിലൂടെ സഭയിലൂടെ പാപിയും ബലഹീനനുമായി എനിക്ക് നൽകിയ വലിയ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ നിന്റെ മക്കൾക്ക് നൽകുമ്പോൾ കർത്താവേ നീ അവരോട് കരുണ കാണിച്ച് ഈ കരത്തോടെ അവരെ അനുഗ്രഹിക്കാൻ കാരണമാക്കണേ. കർത്താവിൻ്റെ കൃപ, പിതാവിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ സംസർഗം നിങ്ങളോട്, നിങ്ങളുടെ കുടുംബങ്ങളോട്, നിങ്ങളുടെ സർവാവശ്യങ്ങളുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയമുള്ളവരെ, നിറഞ്ഞ ആനന്ദത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 103-ാം സങ്കീർത്തനം 17-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തന്മാരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും. കർത്താവിന്റെ കാരുണ്യം തന്റെ ഭക്തന്മാരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും. പരിപൂർണമായും കർത്താവിന്റെ കാരുണ്യത്തിൽ, ഈ വചനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അല്പസമയം നമ്മുടെ കർത്താവിനെ മനം തുറന്ന് പാടി ആരാധിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. പ്രിയ സഹോദര സഹോദരി, ഈ മണിക്കൂറുകൾ ദൈവാനുഗ്രഹത്തിന്റെ മണിക്കൂറുകളാണ്. കരം അടിച്ച് ഹൃദയം തുറന്ന് ശക്തിയോടെ കർത്താവിനെ പാടി ആരാധിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന, കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം പൂർണ്ണമായും അനുഭവിച്ച് ചേർന്ന് പാടുന്നു. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലേ. എല്ലാവരും ചേർന്ന് പാടേ. പണിയും ഞങ്ങൾ ദൈവകൃപയാലേ. കർത്താവെന്നും വാഴുന്ന ഭവ
ഭവനമൊരുക്കിയിടും ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും. കർത്താവ് വാഴുന്ന, കർത്താവ് ഉലാത്തുന്ന കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ രൂപാന്തരപ്പെടട്ടെ. സ്വർഗമൊരുക്കിയിടും. പ്രാർത്ഥന ഇനിമേൽ മുടക്കില്ല, വചനധ്യാനം നിർത്തില്ല. ആ തീരുമാനത്തോടെ പാടി ആരാധിച്ച് എല്ലാവരും വചനധ്യാനം നിർത്തില്ല. ഒന്നിച്ചെന്നും പ്രാർത്ഥിക്കും, ഇനി മാറ്റമില്ല. ഒരുമിച്ചെന്നും പ്രാർത്ഥിക്കും, ഇനി ഉയർത്തിയണിച്ച് അൽപ്പുടി സ്വരം ഉയർത്തി പാടുന്നു. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും പണിയും അഭിഷേകം സ്വീകരിച്ചു പാടി. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും. ആ ഒരു സമർപ്പണത്തോടെ കർത്താവേ ഞങ്ങളെ വിശുദ്ധീകരിച്ച് അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും, ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും. ഒരിക്കൽ കൂടെ ചേർന്ന് പാടുന്നു. സ്വർഗമൊരുക്കിയിടും. ഇരു കരങ്ങളും നമ്മെ അനുഗ്രഹിക്കുക. നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ കടന്നു വന്ന കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ മക്കളെ സ്വരമുയർത്തി യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ അത്ഭുതത്തിന്റെ കരങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളുടെ മേൽ നീട്ടണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവ സ്നേഹത്താൽ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ. മാതാപിതാക്കന്മാരെ വിശുദ്ധീകരിക്കണമേ. ഭാര്യ ഭർത്താക്കന്മാരെ വിശുദ്ധീകരിക്കണമേ. സഹോദരി സഹോദരങ്ങളെ വിശുദ്ധീകരിക്കണമേ. മക്കളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും അതരം തുറന്ന് ഹൃദയം തുറന്ന് യേശു നാമത്തെ വിളിക്ക്. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അനുഗ്രഹത്തിന്റെ പെരുമഴ പെയ്തിറങ്ങട്ടെ. എല്ലാ പൈശാചിക ആധിപത്യ സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ വിമോചിപ്പിക്കണമേ. തലമുറകൾ വിമോചിപ്പിക്കണമേ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം പകർന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഇത് അനേകം കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ കൃപ ഒഴുകപ്പെടുന്നു. സ്വീകരിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഇത് ദൈവാനുഗ്രഹത്തിന്റെ സമയം, കർത്താവ് ഇടപെടുന്ന സമയം, ഇത് സൗഖ്യത്തിന്റെ സമയം. ഒരിക്കൽ കൂടെ യേശുവിനെ വിളിക്കുന്നു. യേശുവേ, കൃപ, 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 കൃപാഗ്നി കത്തട്ടെ. ദൈവ സ്നേഹത്തിന്റെ അഭിഷേകം ഒഴുകട്ടെ. അനേകായിരങ്ങളിൽ അത് കത്തി കത്തി പടരട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേ പിതാവേ, നസ്രത്തിലെ തിരുകുടുംബം പോലെ ഞങ്ങളെ കുടുംബങ്ങൾ ദൈവസ്നേഹത്തിൽ നിറയുവാൻ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വചനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ഇന്നേ ദിവസം തിരുവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശ്വസ്തയോടെ പ്രാർത്ഥിച്ച കുടുംബത്തെ കുറിച്ചാണ്. ഈ മണിക്കൂറുകളിൽ നമ്മുടെ കുടുംബങ്ങളോട് കർത്താവ് സംസാരിക്കാൻ പോവുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്. ദൂതൻ അവനോട് പറഞ്ഞു, സക്രിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. സക്രിയ ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സക്രിയയോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിന്ന് നിനക്കൊരു പുത്രൻ ജനിക്കും. വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിച്ച
ഒരു കുടുംബത്തിന്റെ ചിത്രം ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾ പ്രതീക്ഷ കൈവിടാതെ പ്രത്യാശയോടുകൂടി ഈ കുടുംബം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഇതാ കർത്താവ് ഉത്തരം കൊടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ തിരിച്ചറിയണം, അവർ ഇരുവരും പ്രായം കവിഞ്ഞവരായിരുന്നു, പ്രായാധിക്യമുള്ളവരാ. ഈ പ്രായാധിക്യമുള്ള സമയത്തും കർത്താവിന്റെ വാക്കുകളിൽ വിശ്വസിച്ച് അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ലൂക്കായുടെ സുവിശേഷം 1:6 പറയുന്നുണ്ട്, അവർ ഒരുമിച്ച്. ഇതാണ് ഓരോ കുടുംബത്തിന്റെയും ശക്തി. കുടുംബം ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ കുടുംബത്തെ തകർക്കുവാൻ ഒരു തിന്മയ്ക്കും ഒരു ദുഷ്ടപിശാചിനും സാധിക്കുകയില്ല. ഇവർ ഒരുമിച്ച് കരങ്ങൾ കോർത്ത് കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് അവർ ഒരുമയോടുകൂടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം കൊടുത്തു. എത്ര മനോഹരമായൊരു വാക്യമാണ്, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഈ സമയത്ത് ഏകദേശം സക്രിയായിക്ക് 80 വയസ്സെങ്കിലും പ്രായമുണ്ടാകും. വെല്ലിപ്പിച്ചൻ തളരാതെ നിരാശപ്പെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 50 വർഷമായി, മിനിമം ഒരു 50 വർഷങ്ങളായിട്ടുണ്ടാവും ഇത് ഈ പ്രാർത്ഥന തുടങ്ങിയിട്ട്. ഇന്ന് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ 2-3 മാസം അല്ലെങ്കിൽ 1-2 വർഷം ആവട്ടെ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാതെ വരുമ്പോൾ പിന്നെ പ്രാർത്ഥനാ ജീവിതം തന്നെ ഉപേക്ഷിക്കുന്നു. കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ അനേകർ അകന്നു പോകുന്നു. ഇനി പ്രാർത്ഥനയും വേണ്ട, കർത്താവും വേണ്ട, ഒന്നും വേണ്ട. എന്തുമാത്രം ജീവിതങ്ങളെ പിശാച് ഇതുപോലെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം സ്നേഹത്തോടെ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെ പണിയുവാനായി, അനുഗ്രഹിക്കുവാനായി കർത്താവ് ഇറങ്ങി വരുന്ന സമയം ആ ഭവനത്തിന്റെ കുടുംബ പ്രാർത്ഥനയുടെ സമയമാണ്. 127 സങ്കീർത്തനം 1 വചനത്തിൽ ദൈവത്തിന്റെ വചനപ്രകാരം പ്രഖ്യാപിക്കുന്നു, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. നമ്മുടെ ഭവനത്തെ ആരാ പണിയേണ്ടത്? ലോകക്കാരാണോ, രാഷ്ട്രീയക്കാരാണോ, സിനിമാക്കാരാണോ? ഇവരാരുമല്ല. കർത്താവ് പണിയണം. കർത്താവ് നമ്മുടെ ഭവനങ്ങളെ പണിയണമെങ്കിൽ നമ്മുടെ കുടുംബം വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിക്കണം. ഇവിടെ മാതാപിതാക്കൾക്കും ഭാര്യ ഭർത്താക്കന്മാർക്കും മക്കൾക്കും കർത്താവ് വലിയൊരു റോള് തരുന്നുണ്ട്. ഈ ശുശ്രൂഷയിൽ അനേകം മാതാപിതാക്കൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയ മാതാവേ, പിതാവേ, കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്കുള്ള ദൂത. എന്താ കർത്താവ് പറയുന്നത്? മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥന അവരുടെ മക്കളെ, തലമുറകളെ വിശുദ്ധീകരിക്കുന്നു. അവർ കോളേജിലോട്ട് പോകുമ്പോൾ, സ്കൂളിലോട്ട് പോകുമ്പോൾ, അവർ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് അവരുടെ കൂടെ പോകാൻ പറ്റില്ല. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവരെ അനുഗമിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരപ്പനൊരു അമ്മ എന്ന നിലയിൽ നമ്മൾ പ്രാർത്ഥനയിൽ വിശ്വസ്തരാകണം. നമ്മുടെ വിശ്വസ്തത നിറഞ്ഞ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ മക്കളെ സ്വാധീനിക്കണം. വാഴ്ത്തപ്പെട്ട ജോൺ പോൾ 2 മാർപ്പാപ്പ പ്രകാരം പറയുന്നുണ്ട്, പൗരോഹിത്യ ജീവിതത്തിന് വേണ്ടി ഞാൻ ഒരുക്കപ്പെട്ടത് എന്റെ കുടുംബത്തിൽ വെച്ച് തന്നെയായിരുന്നു. കാരണം രാത്രിയിൽ പലപ്പോഴും ഞാൻ ഉണരുന്ന സമയത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന എന്റെ പിതാവിനെയാണ് ഞാൻ കാണുന്നത്. ഇടവക ദേവാലയത്തിൽ അദ്ദേഹം കടന്നു ചെല്ലുമ്പോൾ അവിടെയും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന എന്റെ പിതാവിനെയാണ് ഞാൻ കണ്ടത്. എന്റെ പിതാവിന്റെ പ്രാർത്ഥനാ ജീവിതം തന്നെയായിരുന്നു എന്റെ പ്രഥമ സെമിനാരി. എന്തൊരു ഉറപ്പോടുകൂടിയ ചോർപ്പൂർ 2 മാർപ്പാപ്പ ഇത് പങ്കുവെക്കുന്നത്. പ്രിയ മാതാവേ, പിതാവേ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ മക്കളെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇന്ന് ഒന്നിനും നേരമില്ലാത്തൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലരും എന്നോട് പറയാറുണ്ട്, സഹോദര, ഞങ്ങൾക്ക് പല്ല് തേക്കാൻ വരെ നേരമില്ല, സുഖമായി ഉറങ്ങാൻ പോലും സമയം കിട്ടുന്നില്ല, ശരിക്കും ഭക്ഷണം കഴിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയുന്നില്ല, ഒന്നിനും നേരമില്ല, പിന്നെയാണ് ഇനി പ്രാർത്ഥിക്കാൻ നേരം. ഈ ഒരു മനോഭാവം തന്നെയാണ് ഇന്ന് അനേകം കുടുംബങ്ങളുടെ തകർച്ചയ്ക്കുള്ള കാരണം. ഇന്ന് എന്തുമാത്രം കുടുംബങ്ങളാണ് ഈ കാലഘട്ടത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്നത്. ആധുനിക സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പകർച്ചവ്യാധികളോ, സാമ്പത്തിക പരാധീനതകളോ, ഭീകര പ്രവർത്തനങ്ങളോ ഇതൊന്നുമല്ല. ഇതൊക്കെ ഉണ്ട്, ശരിയാ. അതിനേക്കാൾ ഉപരിയായി കുടുംബങ്ങളുടെ
കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയാ. അതിനുള്ള കാരണം എന്താ? പ്രാർത്ഥിക്കാൻ നേരില്ല. അതുകൊണ്ട് തന്നെ പിശാച് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നുഴഞ്ഞു കയറി വിദ്വേഷത്തിന്റെ, പകയുടെ, ആകുലതയുടെ, ഭയത്തിന്റെ കളകൾ വിതച്ച് ഇന്ന് അനേകം കുടുംബങ്ങളെ പിശാച് തന്റെ കയ്യിലൊതുക്കിയിരിക്കുകയാ. അതിന്റെ പ്രധാന കാരണം കുടുംബങ്ങളിൽ നിന്ന് പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി. ഞാൻ വീണ്ടും ആത്മാവിൽ പറയട്ടെ, നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് പണിയുവാൻ വരുന്ന സമയം അതാത് ഭവനത്തിന്റെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്താ. മാതാപിതാക്കൾ പ്രാർത്ഥനയിൽ വിശ്വസ്തരാകണം. ദമ്പതികള് ഈ ശുശ്രൂഷയിൽ അനേകം ഭാര്യ ഭർത്താക്കന്മാര് പങ്കെടുക്കുന്നുണ്ട്. ഒരു ഭാര്യ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, പ്രാർത്ഥിക്കുന്ന ദമ്പതികൾക്കാണ് പ്രാർത്ഥിക്കുന്ന മക്കളെ കർത്താവ് കൊടുക്കുന്നത്. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്കാണ് പ്രാർത്ഥിക്കുന്ന തലമുറകളെ കർത്താവ് കൊടുക്കുന്നത്. നിങ്ങൾ തിരുവചനം എടുത്ത് പഠിച്ചോ. അബ്രഹാമും സാറയും പ്രാർത്ഥിക്കുന്ന ദമ്പതികളായിരുന്നു. ഇതാ പ്രാർത്ഥിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു മകനെ കൊടുത്തു, ഇസഹാക്കിനെ കൊടുത്തു. യാക്കോബും റാഹേലും പ്രാർത്ഥിക്കുന്ന ദമ്പതികളായിരുന്നു. പ്രാർത്ഥിക്കുന്ന മകനെ ജോസഫിനെ അവർക്ക് കൊടുത്തു. ഇന്ന് അനേകം മാതാപിതാക്കളെ വലിയൊരു പരാതിയാ, ഞങ്ങളുടെ മക്കള് പ്രാർത്ഥിക്കുന്നില്ല, ആത്മീയ കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമല്ല, ഒരു പള്ളിയെ പോകുന്നില്ല, കുദാശകൾ സ്വീകരിക്കുന്നില്ല, ദൈവവചനം ധ്യാനിക്കുന്നില്ല, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറഞ്ഞാൽ അവർക്ക് അരിശമാണ് എന്നൊക്കെ പറഞ്ഞ് എത്ര മാതാപിതാക്കളെ ആകുലപ്പെടുന്നത്. അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്നത്. നമ്മൾ വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിക്കേ, മക്കളിൽ അത്ഭുതങ്ങൾ നടക്കും. ഒരിക്കലും ചെറുപ്പക്കാരൻ പറഞ്ഞ അനുഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവനും അവന്റെ സുഹൃത്തുക്കളും ചേർന്ന് അവർ താമസിക്കുന്ന മുറിയിലേക്ക് ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. ആ സ്ത്രീയുമായി പാപം ചെയ്യാൻ അവരെ പൈസ ഷെയർ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. മറ്റ് സുഹൃത്തുക്കളെല്ലാം ആ സ്ത്രീയുമായി പാപം ചെയ്തു. ഈ സഹോദരൻ രൂഢമായി ഈ സ്ത്രീയെ സമീപിച്ച് അവളുമായി പാപം ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് ഇവൻ കാണുന്നത് മുട്ടുകുത്തി കൈവിരിച്ച് ജപമാല ചൊല്ലി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന തന്റെ അമ്മയുടെ മുഖമാണ്. അവൻ പങ്കുവെക്കുകയായിരുന്നു, എനിക്ക് ആ സ്ത്രീയെ സമീപിക്കാൻ പറ്റിയില്ല. വീണ്ടും ആ പാപം ചെയ്യാനായിട്ട് തുനിഞ്ഞപ്പോൾ വീണ്ടും അവൻ കാണുകയാണ് മുട്ടുകുത്തി കൈവിരിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന തന്റെ അമ്മയുടെ മുഖം. അവൻ കരഞ്ഞുകൊണ്ട് തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ പൈസ പോയാലും ശരി, ഞാൻ ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞ് നിലവിളിച്ച് അവൻ തന്റെ മുറി വിട്ട് ഇറങ്ങിപ്പോവുകയാണ്. അവൻ വീട്ടിലേക്ക് വിളിച്ച സമയത്ത് കൃത്യമായത് സംഭവിച്ചുകൊണ്ടിരിക്കുക. തന്റെ മകനെ സംരക്ഷിക്കണമേ, എന്റെ മോനെ കർത്താവെ പരിപാലിക്കണേ, എന്റെ മോൻ പാപത്തിൽ വീഴാതെ വിശുദ്ധിയോട് ജീവിക്കാൻ കർത്താവ് ഇടവരുത്തണമേ എന്ന് പറഞ്ഞ് ആ അമ്മച്ചി വീട്ടിലിരുന്ന് മുട്ടുകുത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഈ അമ്മയുടെ പ്രാർത്ഥന മകന്റെ ജീവിതത്തിന് സംരക്ഷണമായി, ഈ അമ്മയുടെ പ്രാർത്ഥന മകന്റെ ജീവിതത്തിന് വിശുദ്ധീകരണമായി കർത്താവ് മാറ്റുകയാണ്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 19-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഹന്ന എൽക്കാന ദമ്പതികൾ. എനിക്ക് ഇഷ്ടപ്പെട്ട ദമ്പതികളാണ് ഹന്ന എൽക്കാന ദമ്പതികൾ. അവിടെ വചനം വെളിപ്പെടുത്തുകയാ, അവർ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം റാമയിലുള്ള തങ്ങളുടെ ഭവനത്തിലോട്ട് മടങ്ങി. ഹന്നയും എൽക്കാനയും അവർ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുകയാണ്, അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ ദമ്പതികൾ വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിച്ചു. അതിനുവേണ്ടി അവർ വില കൊടുത്തു, അതിനുവേണ്ടി അവർ സമയം കൊടുത്തു. എന്ത് സംഭവിച്ചെന്നറിയോ? പ്രാർത്ഥിക്കുന്ന ഒരു പൊന്നു മോനെ കർത്താവ് അവർക്ക് കൊടുത്തു. ആ മോനെ പേരെന്താ? നമുക്കൊക്കെ അറിയാം. എന്താ മകന്റെ പേര്? സാമുവേൽ. പ്രാർത്ഥിക്കുന്ന സാമുവേലിനെ കൊടുത്തു, പ്രാർത്ഥിക്കുന്ന തലമുറയെ കർത്താവ് കൊടുത്തു. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ഓർത്ത്, ദൈവം ദാനമായി നൽകിയ മക്കളെ ഓർത്ത്, നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് ഒത്തിരി സമയമെന്നില്ലെങ്കിലും ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും കരങ്ങൾ കോർത്ത് നിങ്ങളൊന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച്, നിങ്ങൾ ബെഡ്റൂമിലിരുന്ന് നിങ്ങൾ തനിച്ച് ഒരു ഭാര്യ ഒരു ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾ കരങ്ങൾ കോർത്ത് വിശ്വസ്തയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരും. മക്കൾ എന്ന നിലയിൽ പ്രാർത്ഥനയിൽ നമ്മൾ വിശ്വസ്തരാകണം. ഒരുപാട് മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കൾ എന്ന നിലയിൽ നമ്മൾ പ്രാർത്ഥനയിൽ വിശ്വസ്തരാകണം. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 3-4 വചനങ്ങളിൽ വചനം വെളിപ്പെടുത്തുകയാണ്. കർത്താവിന്റെ പേടകം സ്ഥിതി ചെയ്തിരുന്ന ആ ദേവാലയത്തിൽ സാമുവേൽ കിടക്കുകയാണ്.
പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുകയാ. ആ സമയത്ത് കർത്താവ് സാമുവേലിനെ വിളിച്ചു. 2-ാം വചനത്തിൽ പറയുന്നുണ്ട്, ആ കാലഘട്ടത്തിൽ കർത്താവിന്റെ അരുളപ്പാടുകൾ വളരെ വിരളമായിട്ട് ലഭിച്ചിരുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തില് കർത്താവ് സാമുവേലിനെ വിളിച്ചു. എന്താ കാരണം? ഒരു മകൻ എന്ന നിലയിൽ സാമുവേൽ പ്രാർത്ഥിക്കുകയാണ്. മക്കൾ വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിക്കണം. TV കണ്ട്, ഗെയിം കളിച്ച്, ക്രിക്കറ്റ് കളിച്ച്, കമ്പ്യൂട്ടറിൽ ചാറ്റിംഗും ചെയ്ത്, ഫേസ്ബുക്കിലൂടെ, മൊബൈലിലൂടെ അതും ഇതും ചെയ്ത് സമയം കളഞ്ഞ് എന്റെ അനുജന്മാർ, അഞ്ചത്തിമാരെ, നിങ്ങൾ നിത്യനാശത്തിലേക്ക് പോകരുത്. പ്രാർത്ഥനയിൽ നിങ്ങൾ കർത്താവിനോട് വിശ്വസ്തരാകണം. നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളുടെ പേരൻസിനോട് നിങ്ങൾ വിശ്വസ്തരാകണം. പ്രാർത്ഥനയിൽ മക്കൾ വിശ്വസ്തരായാൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ ക്രൈസ്തവ കുടുംബത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുകയാണ്. 2205 ഖണ്ഡികയിൽ സഭ പറയുകയാണ്, ക്രൈസ്തവ കുടുംബം വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ്. പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുമുള്ള ഐക്യത്തിന്റെ അടയാളവും പ്രതിരൂപവുമാണ്. ക്രിസ്തുവിന്റെ പ്രാർത്ഥനയിലും ബലിയിലും പങ്കെടുക്കുവാൻ അത് വിളിക്കപ്പെട്ടിരിക്കുന്നു. അനുദിന പ്രാർത്ഥനയും ദൈവവചന വായനയും അതിനെ സ്നേഹത്തിൽ ശക്തിപ്പെടുത്തുന്നു. സഭ പഠിപ്പിക്കുകയാണ്, കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുന്നത് എല്ലാ ദിവസമുള്ള പ്രാർത്ഥനയും ദൈവവചന ധ്യാനവുമാണ്. വിശ്വസ്തയോടെ പ്രാർത്ഥിച്ച കുടുംബം. ഈ ഒരു അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ. മാതാപിതാക്കൾ എന്ന നിലയിൽ, ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ, മക്കളെന്ന നിലയിൽ വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിക്കുക. ഈ ഒരു അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിൽ നിറഞ്ഞു കവിയുവാൻ ഈ മക്കളെ തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ നിങ്ങളെല്ലാം വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിന്റെ നിയോഗങ്ങളെയും നമ്മുടെ സകല കുടുംബങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.